Today we discuss another theorem, random Nicodemus theorem. Very important theorem in your exam. The statement is, let lambda and mu be sigma finite measures defined on x, and suppose that lambda is absolutely continuous with respect to mu. Then there exists a function f in m plus xx such that lambda of e equal to integral over e f d mu, where e element x. Moreover, the function f is uniquely determined mu almost everywhere. ഇതാണ് റാൻഡം നിക്കോദിയൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കുറച്ച് ടേമുകളുണ്ട്. മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ, ദെൻ അനദർ ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ്. അത് നമുക്കത് തിയറം പ്രൂഫ് പറഞ്ഞു വരുന്ന സമയത്ത് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പുള്ള നമ്മുടെ നോട്ടിലുള്ള 8.7 ഡെഫിനിഷനാണ് ഈ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എ മെഷർ മ്യൂ. ആ ഡെഫിനിഷനാണ് ഇവിടെ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തിയാണ്. ഇപ്പോൾ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. നോട്ടിൽ നിങ്ങൾക്കറിയാം, അതിൽ ഒരു A4 സൈസ് പേപ്പറിൽ 1, 2, 3, 4 4.5 പേജോളം, A4 ഷീറ്റിൻ്റെ 4.5 പേജോളം അത്രയും പേപ്പറുകളിലാണ് അത് നോട്ട് എഴുതിയിരിക്കുന്നത്. അത്രയും ലെങ്തി തിയറമാണ്. എക്സാമിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫുൾ എസ്സേ ആയിട്ട് ഇത് ചോദിക്കും, ഒറ്റ ക്വസ്റ്റ്യനായിട്ട് 10 മാർക്കിന്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ കുറച്ച് വളരെ ഇത്തിരി ഡീപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലേ പറയാനുള്ളത്, നോട്ട് നല്ലപോലെ വായിക്കണം, ഈ വീഡിയോ കേൾക്കണം, കാണണം. അത് 1-2 പ്രാവശ്യം കേൾക്കുമ്പം അത് ശരിയാകും. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ എങ്ങനെയൊക്കെയാലും 2-3 മണിക്കൂർ എടുത്താലേ ഇത് തീരുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും നേരം ഇത് നിങ്ങൾ ഈ നോട്ട് എന്ത് ചെയ്യണം, വായിക്കണം, അല്ല ഈ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇവിടെ ഈ തിയറം നമ്മൾ ആദ്യം ഈ ഫൈനൈറ്റ് കേസിൽ ആദ്യം പറയാം. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഫൈനൈറ്റ് കേസിൽ നമുക്ക് സിഗ്മ ഫൈനൈറ്റിലാണ് വേണ്ടുന്നത്. നമ്മൾ ആദ്യം ഫൈനൈറ്റിലാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ആദ്യം ഫസ്റ്റ് പ്രൂവ് ദ തിയറം അണ്ടർ ദ ഹൈപ്പോത്തിസ് ദാറ്റ് ലാംഡ എക്സ് ആൻഡ് മ്യൂ എക്സ് ആർ ഫൈനൈറ്റ്. ഫൈനൈറ്റ് എന്ന ഇത് ഡിഫൈൻ പ്രൂഫ് എഴുതി, ആ പ്രൂഫ് തന്നെയാണ് ഇതിൻ്റെ ഒരു 80% പ്രൂഫ് ഇത് തന്നെ എഴുതുന്നത്. അത് ബാക്കി 20% ആണ് നമുക്ക് വേണ്ടുന്ന സിഗ്മ ഫൈനൈറ്റ്. അതിലേക്ക് പോവുക. ഓക്കെ, ഇത് ഉപയോഗിച്ച് അതിലേക്ക് പോകും. പിന്നെ നമ്മൾ ഇഫ് സി ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. Let a PC and NC be a hand decomposition of X for the charge lambda minus C mu. അതിലേക്ക് ചാർജ് എടുക്കുന്ന ലാംഡ മൈനസ് സി മ്യൂ ആണ് ഇവിടെ നമ്മൾ ഏതെടുക്കുന്നത് ചാർജായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ ഹാൻഡ് ഡീകോമ്പോസിഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഹാൻഡ് ഡീകോമ്പോസിഷൻ തിയറം തന്നെയുണ്ട്. ആ തിയറം എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിൽ നമ്മൾ 8.5 പറയുന്നുണ്ട്. 8.5 ജോർദാൻ ഡീകോമ്പോസിഷൻ തിയറം. ഓക്കെ, അവിടെ ലാംഡ എന്ന് പറയുന്നത് മ്യൂ മൈനസ് ന്യൂ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഹാൻഡ് ഡീകോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ എന്നൊരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ദെയർ എക്സിറ്റ്സ് സെറ്റ്സ് പി ആൻഡ് എൻ ഇൻ എക്സ്, പിയും എന്നും ഉണ്ടാകും വിത്ത് എക്സ് ഈക്വൾ ടു പി യൂണിയൻ എൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന എക്സ് എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. നമ്മൾ സ്ക്രിപ്റ്റ് എക്സ് എഴുതിയിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ബോൾഡായിട്ട് മാർക്ക് ചെയ്തിരിക്കുക. ബോൾഡായിട്ട് മാർക്ക് ചെയ്യുക. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ടൈപ്പ് എക്സ് ഉണ്ട്. ഒന്നിലേക്ക് ക്യാപിറ്റൽ എക്സ് നമ്മുടെ ഫുൾ സെറ്റ്, അതിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് എക്സ് പോലെ എഴുതിയിരിക്കുന്നത്. അതിലെന്ന് പറഞ്ഞാൽ അത് സിഗ്മ ഓൾജിബ്രയാകണം. നമ്മുടെ തിയറത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ് എന്ന് പറയുന്നത് സിഗ്മ ഓൾജിബ്രയാണ്. ഓക്കെ,
അപ്പോൾ അതിനെ പോസിറ്റീവും ഏതൊരു എക്സിനെ നമുക്ക് ഈ എക്സിനെ എന്തൊക്കെ മാറ്റാം, നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് എന്ത് ചെയ്യാം, രണ്ട് സെറ്റാക്കി മാറ്റാം എന്നാണ് ഏത് പറയുന്നത്, ഹാൻഡ് ഡീകോമ്പോസിഷൻ പറയുന്നത്. എക്സ് ഈക്വൽ ടു പി യൂണിയൻ എൻ, വേർ പി ഈസ് പോസിറ്റീവ് ആൻഡ് എൻ ഈസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡയാണ് അവിടുത്തെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പ്രൂഫിൽ നമ്മൾ ചെയ്യുന്നത് ഈ പി സിയും സി എന്നൊരു നമ്പർ, സി ഇസ് എനി പോസിറ്റീവ് നമ്പർ, സി മാറിക്കൊണ്ടിരിക്കാം. പി സിയും എൻ സി എന്ന് പറയുന്നത് ഹാൻഡ് ഡീകോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞു. ഒ എക്സ് ലാംഡ മൈനസ് സി മി എടുത്തു. വീണ്ടും നമ്മുടെ ആൻസറിന് വേണ്ടി ഇഫ് കെ എലമെൻറ്റ് എൻ കൺസിഡർ ദ മെഷറബിൾ സെറ്റ്സ് A1 എന്ന് വെച്ചാൽ എൻ സി, ദെൻ A2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം A2 എന്ന് പറയുന്നത് N2C മൈനസ് A1 ആണ്. A2 ആകുമ്പോൾ കെയ്ക്ക് 1 കൊടുക്കുമ്പോൾ A2 ആവും. ഇവിടെ K+1 കെയ്ക്ക് 1 കൊടുക്കുമ്പോൾ 2 ആവും. N2C മൈനസ് അവിടെ 2 ആകുമ്പോൾ കെയ്ക്ക് 1 വരെ മതി. അപ്പോൾ ജെയ്ക്ക് 1 കൊടുക്കുമ്പം A1 കിട്ടും എന്ന് പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞാൽ N2C മൈനസ് A1 എന്ന് കിട്ടും. അപ്പോൾ A3 ആണെങ്കിലോ, അപ്പോൾ A3 നമുക്ക് അങ്ങനെ എഴുതാം, ഇതേ ഫോമിൽ വെച്ച് അങ്ങനെ എഴുതാം. A3 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, N3C മൈനസ് A1 യൂണിയൻ A2 എന്ന് എഴുതാം. A1 യൂണിയൻ A2. ഇനി N3C തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ A1 യൂണിയൻ A2 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ നോട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തെഴുതാം, അതിനെ നമുക്ക് N2C എന്ന് എഴുതാം. അപ്പോൾ N2C എന്താ A1 യൂണിയൻ A2 നമുക്ക് എന്തെഴുതാം, N2C എന്ന് എഴുതാം. ഈ രീതിയിൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഈ തിയറം നമുക്ക് അങ്ങനെ എന്ത് ചെയ്യും, ഈ പ്രൂഫിൻ്റെ ഈ AI അല്ലെങ്കിൽ നമുക്ക് AK നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത ഇവയെല്ലാം എന്താണ്, ഡിസ്ജോയിൻ്റ് ആണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ സെറ്റ്സ് AK K എലമെൻ്റ് ആർ ഡിസ്ജോയിൻറ്റ്. നമ്മൾ ഇനി ഇതിൽ ചെയ്യാൻ പോകുന്ന യൂണിയൻ ഓഫ് AJ കാണാൻ പോകുക. J ഈക്വൽ ടു 1 to K എന്ന് പറഞ്ഞാൽ A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര AK കാണാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ A1ൻ്റെ വാല്യൂ കൊടുത്ത് A1ൻ്റെ വാല്യൂ NC, A2ൻ്റെ വാല്യൂ N2C മൈനസ് NC, ദെൻ A3യുടെ വാല്യൂ അങ്ങനെ എക്സെട്ര AKയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ NKC മൈനസ് NC യൂണിയൻ N2C യൂണിയൻ എക്സെട്ര NK മൈനസ് 1C. ഓക്കെ, നോട്ടിലുണ്ട് വിശദമായിട്ട്. ഈ നമുക്ക് കണ്ടില്ലേ NC യൂണിയൻ എടുത്തു. നമ്മൾ NC യൂണിയൻ എടുത്തു. NCയിൽ എല്ലാവരും എടുത്തു. അടുത്ത N2Cയിൽ നിന്ന് NC മൈനസ് ചെയ്തിട്ട് അതിൻ്റെ യൂണിയൻ കാണുന്നു. യൂണിയൻ അടുത്ത എന്താ ചെയ്യുന്നത്, N3Cയിൽ നിന്നും N2Cയും NCയും യൂണിയൻ മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്യാൻ നമുക്ക് ആകെ കിട്ടുന്ന യൂണിയൻ എന്ന് പറഞ്ഞാൽ NC എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത് രണ്ടും മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ശരിക്കും കിട്ടുന്ന അവിടെ എന്താണെന്ന് പറയുന്നത് NC യൂണിയൻ N2C തന്നെയാകും. കാരണം എന്താ, NC നമ്മുടെ കയ്യിൽ ഉണ്ട്, യൂണിയൻ N2C മൈനസ് NC ആണ്. കാരണം NC ഇവിടെ ഉണ്ടല്ലോ. പിന്നെ N2C NC കളഞ്ഞിട്ട് ബാക്കിയുള്ള എടുക്കുന്നത്, ബാക്കിയുള്ള സെലക്ട് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ്, NC യൂണിയൻ N2C തന്നെ ആയിരിക്കും ഈ കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കും. നിങ്ങൾ വേണ്ട ഇങ്ങനെ വരച്ച് നോക്കിക്കോ, ശരിക്കും അത് തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം, NC യൂണിയൻ N2C യൂണിയൻ എക്സെട്ര NKC എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് യൂണിയൻ ഓഫ് J ഈക്വൽ ടു 1 to K NJC എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് യൂണിയൻ ഓഫ് AJയും യൂണിയൻ ഓഫ് NJCയും സെയിമാണ്. അവിടെ വേരിയേഷൻ ഫ്രം J ഈക്വൽ ടു 1 to K ആണ്. രണ്ടും സെയിം ആണെന്ന് കിട്ടി. നമുക്കത് ഇനി പിന്നീട് അത് ആവശ്യമുണ്ടാവും, അതിനുവേണ്ടി നമ്മളത് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AK പറഞ്ഞല്ലോ. AK എന്ന് പറഞ്ഞാൽ NKC മൈനസ്
യൂണിയൻ ഓഫ് ജെ ഈക്വൽ ടു 1 to k-1 NJC പറഞ്ഞു. ഇതിൽ നമുക്കറിയാം ഈ എ മൈനസ് ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി എന്ന് പറയുന്ന സെറ്റ് തിയറിയിൽ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇദ്ദേഹത്തെ NKC മൈനസ് ജെ യൂണിയൻ ജെ ഈക്വൽ 1 to k-1 NJC എന്ന് പറയാൻ എങ്ങനെ എഴുതാം? NKC മൈനസ് ഒഴിവാക്കുമ്പോൾ ഇൻ്റർസെക്ഷൻ ഇട്ട് ദെൻ വീണ്ടും എന്താ വേണ്ടുന്നത്? യൂണിയൻ ഓഫ് NJC എന്നാണ് വേണ്ടുന്നത്. ഇനി നമുക്കിവിടെ ഈ NJC നമുക്ക് എന്തൊക്കെ മാറ്റി? നമ്മൾ ഹാൻഡ് ഡീകോമ്പോസിഷനിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ PC-യും NC നമ്മൾ പറഞ്ഞല്ലോ. PC-യും NC-യും എന്താ പ്രത്യേകത? എന്താ? PC യൂണിയൻ NC ആണ് നമ്മുടെ ഏതായിട്ട് മാറുന്നത്? നമ്മുടെ X ആയിട്ട് മാറുന്നത്. അത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. അതായത് കൊണ്ട് ഈ PC-യുടെയും NC-യുടെയും യൂണിയൻ X ആയതുകൊണ്ട് PC-യുടെ കോംപ്ലിമെൻ്റ് ആണ് NC, NC-യുടെ കോംപ്ലിമെൻ്റ് ആണ് PC. അതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈ തിയറി പ്രകാരം ഈ നമുക്ക് കിട്ടിയത് എന്താണ്? യൂണിയൻ ഓഫ് NJC വേണ്ടുന്നത്. ഈ ഡിഫറൻസിന് പകരം നമ്മൾ എന്തെടുത്തു? ഇൻ്റർസെക്ഷൻ ഇട്ടു. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻ്റാണ് വേണ്ടുന്നത്. A മൈനസ് ബി എന്ന് വെച്ചാൽ A ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റാണ്. ഈ നമ്മൾ ഈ ബ്രാക്കറ്റ് രണ്ടിലെ ബ്രാക്കറ്റ് ചെയ്ത അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A യൂണിയൻ Bയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ യൂണിയന് പകരം നമ്മൾ ഏത് വരും? ഇൻ്റർസെക്ഷൻ വരും. പിന്നെ N എന്തായിട്ട് മാറും? ഓരോ ടേമുകൾ എന്തായിട്ട് മാറും? അതിൻ്റെ കോംപ്ലിമെൻ്റാണ് വരുന്നത്. കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം N-ൻ്റെ കോംപ്ലിമെൻ്റ് P ആണ്. അപ്പോൾ ഇവിടെ NKC മൈനസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തെ ഫുള്ള് നമുക്ക് എങ്ങനെ എഴുതാം? NKC ഇൻ്റർസെക്ഷൻ വീണ്ടും ഇൻ്റർസെക്ഷൻ PJC. അങ്ങനെ രണ്ട് ഇൻ്റർസെക്ഷൻ വരാൻ കാര്യം എന്താ? ഡിഫറൻസിന് പകരം നമ്മൾ ഇൻ്റർസെക്ഷൻ ആൾറെഡി പോസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഞാൻ പറഞ്ഞ എന്താ? ഇതിൻ്റെ ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്തതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുന്നത്. കോംപ്ലിമെൻ്റാണ് ഈ എഴുതിയേക്കുന്നത്. യൂണിയൻ്റെ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ വരും, N-ൻ്റെ കോംപ്ലിമെൻ്റ് P വരും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. സമയം കളയണ്ട. നോക്കൂ, ലെങ്ത് തിയറമാണ്, കുറേ സമയം എടുക്കുന്നത് തീരാനായിട്ട്. പിന്നെ ഇഫ് ഈസ് മെഷറബിൾ സബ്സെറ്റ്സ് ഓഫ് AK. E എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞത് AKയുടെ സബ്സെറ്റ് ആണെന്ന്. E എന്ന് പറയുന്നത് AKയുടെ സബ്സെറ്റ് എടുക്കുക നമ്മൾ. അപ്പോൾ AKയുടെ സബ്സെറ്റ് ആകുമ്പം ഈ ആരുടെ സബ്സെറ്റ് ആകും? നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്താണ്? AK എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് NKC ഇൻ്റർസെക്ഷൻ അല്ലേ? വീണ്ടും ഇൻ്റർസെക്ഷൻ ഇതെന്ന് പറയുന്നത് ഈ സാധനം എന്ന് പറയുന്നത് NKC ഇൻ്റർസെക്ഷൻ Jക്ക് 1 കൊടുക്കുമ്പോൾ PC ഇൻ്റർസെക്ഷൻ, Jക്ക് 2 കൊടുക്കുമ്പോൾ P2C ഇൻ്റർസെക്ഷൻ. അങ്ങനെ ഉടൻ വരെ എഴുതും ഇൻ്റർസെക്ഷൻ K-1C വരെ എഴുതും. അതെല്ലാം AK ആണ്. അപ്പോൾ E എന്ന് പറയുന്ന AKയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് എന്താ പ്രത്യേകത? E എന്ന് പറയുന്നത് NKCയുടെയും K-1Cയുടെയും സബ്സെറ്റ് ആയിരിക്കും. കാരണം AK എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ്റെ ഒരേ എന്താണ്? NKC ഇൻ്റർസെക്ഷൻ PC ഇൻ്റർസെക്ഷൻ P2C ഇൻ്റർസെക്ഷൻ അങ്ങനെയല്ലേ പോകുന്നത്? ഇൻ്റർസെക്ഷൻ എന്ന് പറയാൻ കോമൺ എലമെൻറ്റാണ്. അപ്പോൾ ഇവന്മാരെല്ലാം കോമൺ എലമെൻറ്റിൻ്റെ സബ്സെറ്റാണ് AK എന്ന് പറയുന്നത്. AKയുടെ സബ്സെറ്റാണ് ഏത്? E. അതുകൊണ്ട് ഇവിടെ എന്തായിട്ട് സംഭവിക്കും? E എന്ന് പറഞ്ഞ് ഇത് ഈ സെറ്റുകളുടെ എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്.
നമുക്ക് ആൻസറിൽ നമ്മൾ ഏത് മാത്രം എടുക്കുന്നു? ഈ കെ സിയുടെ എൻ കെ സിയുടെയും ഈ കെ മൈനസ് സിയുടെയും സബ്സെറ്റാണ് എടുക്കുന്നു. അവിടുന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്, ഒരു ഇനിക്വാളിറ്റി. എങ്ങനെയാണ് അത് എഴുതുന്ന രീതിയിൽ കെ മൈനസ് വൺ ഇതുണ്ടോ ഇവിടെ, കെ മൈനസ് വൺ സി മ്യൂ ഇ ഈ വരങ്കാരം ഇവിടെ ഇ ഉണ്ട്, ഇവിടെ മ്യൂ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു ഉണ്ട്, ഇവിടെ കെ സി കണ്ടില്ലേ, കെ സി ഇൻറ്റു മ്യൂ ഇ എന്ന് എഴുതാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു തിയറിയാണ്. ഇങ്ങനെ ഒരു ഇനിക്വാളിറ്റി കിട്ടിയാൽ ഈ ഒരു ഇനിക്വാളിറ്റി കൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് ഈ എൻ കെ സിയും പി കെ മൈനസ് സി എന്നൊക്കെ പറയുന്നത് ഹാൻഡ് ഡീകോമ്പോസിൻ്റെ കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുന്നു. രണ്ട് ഇനിക്വാളിറ്റിയുടെ എങ്ങനെ എഴുതാൻ, രണ്ട് ഇനിക്വാളിറ്റി വെച്ച് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു തിയറിയാണ്, നമ്മൾ വണ്ണായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ തിയറി. എങ്ങനെയാണ്? കെ മൈനസ് വൺ സി മ്യൂ ഇ ഇവിടെ ഇ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇ എഴുതി. നമ്മൾ വീണ്ടും അടുത്ത വേറെ സെറ്റിൽ ബി ഉപയോഗിച്ച് എഴുതുന്നുള്ളത്, അതാണ് പറയാൻ കാര്യം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെ കെ സി ഉണ്ട്, കെ സി മ്യൂ ഇ എന്ന് എഴുതാം. ഇതിന് ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ആൻസറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ബിയെ ഡിഫൈൻ ചെയ്യും. ബി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത എ കെ ഉണ്ടല്ലോ, ആ എ കെയുടെ യൂണിയനെല്ലാം എടുത്തിട്ട് എക്സിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ബിയും യൂണിയൻ എ ജെയും കൂടെ ചേരുമ്പോൾ ഏതൊക്കെ, ഈ ബിയും യൂണിയൻ എ ജെയും കൂടെ ചേരുമ്പോൾ ഏത് കിട്ടും? നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബിയെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ തിയറി തന്നെ എക്സ് മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് എന്ത് വരും? എക്സ് മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് എന്ത് വരും? ഇൻ്റർസെക്ഷൻ വരും. ഓക്കെ, പിന്നെ യൂണിയൻ എ ജെയുടെ കോംപ്ലിമെൻറ്റ്, യൂണിയൻ എ ജെയുടെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെക്ഷൻ എന്ത് വരും? എ ജെയുടെ കോംപ്ലിമെൻറ്റ്. ഇൻ്റർസെക്ഷൻ എ ജെയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ആണ് വരുന്നത്. എ ജെയുടെ ഇൻ്റർസെക്ഷൻ എന്ത് കിട്ടി? യൂണിയൻ ഓഫ് എ ജെയുടെ ഇൻ്റർസെക്ഷൻ വെച്ചാൽ എന്ത് കിട്ടും? പി ജെ സി കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? നമുക്ക് എൻ കെ സി എക്സിൻ ഇത് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സ് ഇൻ്റർസെക്ഷൻ പി ജെ സി നമ്മൾ എഴുതിയിരിക്കുന്നത്, പി ജെ സി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ഈ ഇൻ്റർസെക്ഷൻ ഓഫ് പി ജെ സി എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ, എക്സും ഇൻ്റർസെക്ഷൻ പി ജെ സിയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? ഇൻ്റർസെക്ഷൻ ഓഫ് പി ജെ സി കിട്ടും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നോക്കാം. അതിൽ അപ്പോൾ അതുകൊണ്ട് എന്താണ് മാറും? ഇൻ്റർസെക്ഷൻ ഓഫ് പി ജെ സി ആയതുകൊണ്ട് ബി എന്ന് പറയുന്നത് പി കെ സിയുടെ സബ്സെറ്റ് ആയിരിക്കും എല്ലാ കെയും. ഈ ഇൻ്റർസെക്ഷൻ ഓഫ് പി ജെ സിയിലെ ഇൻ്റർസെക്ഷൻ ഓഫ് പി ജെ സി ഈക്വൽ ടു ബി ആയതുകൊണ്ട് ബി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പി കെ സി. കെ എന്ന് പറഞ്ഞാൽ 1 ആകും, 2 ആകും, 3 ആകും, ജെ ആകും, 5 ആകും, ഏതെങ്കിലും ആകും. എല്ലാ കെയ്ക്കും എന്താണ്? ബി എന്താണ്? കെ സിയുടെ സബ്സെറ്റാണ്. നമ്മൾ ഇത് ഉപയോഗിച്ച് നമുക്കിവിടെ എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് എഴുതാൻ പറ്റുന്നത് ഈ മെഷർ വാല്യൂ മറ്റേ എല്ലാം ലാംഡ വാല്യൂ എല്ലാം എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇവിടെ കെ സി ഉണ്ട്, കെ സി. അപ്പോൾ കെ സി എഴുതി, ഇവിടെ ബി ഉണ്ട്, ഇപ്പോൾ മ്യൂ ബി എഴുതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ബി ആണ്, ലാംഡ ബി എഴുതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ ലാംഡ ബി എന്ന് പറഞ്ഞ എക്സിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് ലാംഡ ബി ആരുടെ സബ്സെറ്റാണ്? ലാംഡ എക്സിൻ്റെ സബ്സെറ്റാണ്. പിന്നെ ലാംഡ എക്സിനെ കുറിച്ച് തന്നിട്ടുള്ളത് ലെസ് ദാൻ പ്ലസ് ഇൻഫിനിറ്റി ആണെന്ന്. അത് ഏതൊരു കെയ്ക്കും അത് ശരിയാണെന്ന് നമ്മൾ എടുത്തിരിക്കുക. അങ്ങനെ ഏതൊരു കെയ്ക്കും അത് ശരിയായതുകൊണ്ട്
ഇതിൽ നിന്ന് ക്ലിയർ ആയി. ഇത് ഈ ഇനിക്വാളിറ്റി ഏതൊരു കേയ്ക്കും അത് ശരിയായതുകൊണ്ട് മ്യൂ ബിയുടെ വാല്യൂ 0 ആകാം. അപ്പോൾ മ്യൂ ബിയുടെ വാല്യൂ 0 എന്ന് കിട്ടി. പിന്നെ നമ്മൾ കാണുന്ന ഈ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ മ്യൂ ബി 0 ആണെങ്കിൽ അവിടെ ഏതും കൂടി ശരിയാകും, ലാംഡ ബിയും ശരിയാകും. ഇതാണ് അബ്സല്യൂട്ട്ലി ലാംഡ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്റ്റ് മ്യൂ എന്ന് പറയണമെങ്കിൽ അവിടെ കണ്ടീഷൻ എങ്ങനെ പറയും? ഇഫ് ഈ എലമെൻ്റ് എക്സ്, ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇഫ് ഈ എലമെൻ്റ് അവർ കളക്ഷൻ എക്സ് ആൻഡ് ഇഫ് ആൻഡ് മ്യൂ ഓഫ് ഇ ഈക്വൽ ടു 0, then ലാംഡ ഓഫ് ഇ ഈക്വൽ ടു 0. ഇത് നമ്മളിവിടെ ഈ സിമ്പിൾ കണ്ടോ? ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ലാംഡ ലെസ് ദാൻ മ്യൂ എന്ന് പറഞ്ഞ ഒരു സിമ്പിളാണ്. എന്താ മീനിങ്? എന്താ? ലാംഡ ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്റ്റ് ടു മ്യൂ. അതിൻ്റെ സിമ്പിളാണ് ലാംഡ ലെസ് മ്യൂ എന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ആൻസർ നമുക്ക് ലാംഡ ഓഫ് ബി 0 ആണെന്ന് ലഭിക്കണമായിരുന്നു. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കിട്ടി? അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഗിവൺ ആണ്, അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഉണ്ട്, പിന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ സി ഇൻറ്റു മ്യൂ ബി. അത് ഉപയോഗിച്ച് ദിസ് ഇസ് ട്രൂ ഫോർ എവരി കെ, ദെയർഫോർ മ്യൂ ബി ഈക്വൽ ടു 0. അപ്പോൾ മ്യൂ ബി 0 ആകുമ്പം ബൈ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് അപ്ലൈങ് ഡെഫിനിഷൻ ഓഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ദെൻ ഇംപ്ലൈസ് ലാംഡ ഓഫ് ബി ഈക്വൽ ടു 0. ഇനി നമ്മൾ ആ പ്രൂഫിൻ്റെ ഓരോ സ്റ്റെപ്പ് ക്ലിയർ ചെയ്ത് പോവുകയാണ്. അതുപോലെ ഡെഫിനിഷൻ എ കെയും ബി കെയൊക്കെ ഡിഫൈൻ ചെയ്തു, ഒരു ഇനിക്വാളിറ്റി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ നമ്പർ 1 എന്ന് കൊടുത്തു അല്ലേ. പിന്നെ ഒരു ഇനിക്വാളിറ്റി നമ്മൾ 2 എന്ന് കൊടുത്തിരുന്നു, K-1 ഇൻറ്റു സി മ്യൂ 2 എന്ന് കൊടുത്തിരുന്നു ഇനിക്വാളിറ്റി. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് എഫ് സി ഡിഫൈൻ ചെയ്യും. ലെറ്റ് എഫ് സഫിക്സ് സി ഡിഫൈൻ ചെയ്യുക ബൈ FC(x) എന്ന് പറയുന്നത് K-1 സി ഉണ്ടോ. ഇവിടെ നമ്മൾ സഫിക്സിൽ സി പറഞ്ഞപ്പോൾ ആ സി വെച്ചാണ് സിയിലാണ് ആൻസർ കിട്ടുന്നത് നമുക്ക്. ഇപ്പോൾ സി ആണ് വേരി ചെയ്യുന്നത്. എക്സ് ഫോർ എക്സ് എലമെൻറ്റ് AK ആൻഡ് എക്സ് എലമെൻറ്റ് ബി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറയും ബിയും യൂണിയൻ ഓഫ് AKയും തമ്മിൽ ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ രണ്ടും ചേരുമ്പോൾ എക്സ് കിട്ടും, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് എലമെൻറ്റ് AKയിലാണെങ്കിൽ FC(x)ന് എന്ത് കിട്ടും? K-1. ഇവിടെ AK ആകുമ്പോൾ K-1, സി ആകുമ്പോൾ സി. അല്ലാത്ത സ്ഥലങ്ങളിൽ എന്താണ്? എക്സ് എലമെൻറ്റ് ബി ആണെങ്കിൽ എന്ത് കിട്ടും? 0. നമ്മളങ്ങനെ ചൂസ് ചെയ്യുന്നു. പിന്നെ ഇ എന്ന് പറയുന്ന ആർബിട്രറി മെഷറബിൾ സെറ്റ് എടുക്കുന്നു. ദെൻ ഇ ഈസ് ദ യൂണിയൻ ഓഫ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഈ ഇൻ്റർസെക്ഷൻ ബി ആൻഡ് ഈ ഇൻ്റർസെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇ എന്ന് പറയുന്നത് എക്സിലൊരു ആർബിട്രറി സെറ്റാണ്. എക്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആണ്. അതിലൊരു എലമെൻ്റാണ് ഇ എന്ന് പറയുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഫുൾ എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് AKയുടെയും നേരത്തെ പറഞ്ഞു ബിയുടെയും യൂണിയൻ ഓഫ് AKയുടെയും യൂണിയനാണ്. നേരത്തെ കണ്ടിരുന്നു നമ്മൾ അതിനെ എങ്ങനെയാണ്. ഈ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ബിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബി എന്ന് പറയുന്നത് എന്താ? ബി ഈക്വൽ ടു എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് മൈനസ് യൂണിയൻ ഓഫ് AJ ആണ്. എക്സ് മൈനസ് യൂണിയൻ ഓഫ് AJ ആണ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയാൻ എന്താണ്? ബി യൂണിയൻ ഓഫ് J ആണ്. ഈ പറഞ്ഞ റിസൾട്ട്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇ എന്ന് പറഞ്ഞൊരു ആർബിട്രറി സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ എന്തായിരിക്കും? ഈ ഇൻ്റർസെക്ഷൻ ബിയുടെയും ഈ ഇൻ്റർസെക്ഷൻ കെയുടെയും എന്തായിരിക്കും? യൂണിയൻ ആയിരിക്കും. അതെങ്ങനെ മനസ്സിലായോ? അത് നമ്മുടെ ഒരു സെറ്റ്, അതിലൊരു ഇ എടുക്കുന്നു. ഇ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെറ്റ് എടുത്തു. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്?
ബിയും ക്യാപിറ്റൽ ബിയും A1ഉം A2ഉം A3യും ഇവരെല്ലാം ഡിസ്ജോയിൻ്റ് ആണ്. ഇവന്മാരെല്ലാം കൂടെ യൂണിയനായി റെക്റ്റാങ്കിൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇ എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റാണ്. ആ സബ്സെറ്റ് എടുത്ത് ഒരു ആർബിട്രറി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഇതിലെ കുറേ ആളുകളുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കും. ഓക്കെ, ഇതിൽ കുറേ ആളുകളുമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓവർലാപ്പ് ചെയ്ത് കിടക്കാം. എല്ലാം ഡിസ്ജോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബിയുമായി ഓവർലാപ്പ് ചെയ്ത ഇയും ബിയുമായി കോമൺ എടുക്കും, ഇയും A1ഉമായി കോമൺ, ഇയും A2ഉമായി കോമൺ, അങ്ങനെ എടുത്തെടുത്ത് അതിൻ്റെ എല്ലാം കൂടെ യൂണിയനാണ് ഇ എന്ന് പറയുന്നത്. കാരണം ഈയിലെ ആൾക്കാർ തന്നെ കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നേരത്തെ നമ്മൾ ഈ 1 എന്ന് പറയുന്ന സാധനം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1, ആ 1-നകത്ത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത FC ഉണ്ടല്ലോ, ഈ അവിടെ K-1C നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടേ, ഇതാണ് നമ്മുടെ K-1C mu E ഉണ്ടല്ലോ. ആ K-1Cക്ക് നമ്മൾ ഏത് കൊടുക്കും? FC എന്ന് കൊടുക്കും. അതേപോലെ KC എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഈ വാല്യൂസ് അപ്ലൈ ചെയ്യും. അങ്ങനെ നോക്കൂ, FCX എന്ന് പറഞ്ഞാൽ K-1C, ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ FCX ഈക്വൾ ടു KC മൈനസ് C എന്ന് കിട്ടും. അപ്പോൾ KC എന്ന് പറഞ്ഞാൽ ഇവിടെ KC എന്താ കിട്ടുന്നത്? KC എന്ന് പറയുന്നത് FCX പ്ലസ് C എന്നാവും. അതിവിടെ നമ്മൾ ആ 1-ൽ അപ്ലൈ ചെയ്താണ്ട് 1 എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തു. FC പ്ലസ് C കണ്ടോ? FC ഞാൻ എക്സ് എഴുതിയില്ലെന്നല്ല, FCXൽ എക്സ് എഴുതിയില്ല, FC ബാക്കിയെല്ലാം അതേപോലെ 1 റീപ്ലേസ് ചെയ്തു. ഇനി നമുക്കറിയാം ഈ സാധനം ഉണ്ടല്ലോ, ശരിക്കും ഇതെന്ന് പറയുന്നത് FC ഇൻ്റഗ്രൽ ഇ ഡി മ്യൂ, ഇതിങ്ങനെ എഴുതാം. ഓക്കെ, ഈ ഇൻ്റഗ്രൽ ഇ ഡി മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെഫിനിഷൻ, അത് മ്യൂ ഓഫ് ഇ ആണ്, ഒരു ഡെഫിനിഷനാണ് അത്. അപ്പോൾ ഈ പറഞ്ഞ FC ഇൻറ്റു മ്യൂ ഓഫ് ഇ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ FC ഡി മ്യൂ എന്ന് എഴുതാം. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡും എഴുതാം, റൈറ്റ് ഹാൻഡിലേയും എഴുതാം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൈറ്റിലുള്ളത് 2 ടൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഇൻ്റഗ്രൽ ഇ ഡി മ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? മ്യൂ ഇ എന്ന് എഴുതാം. ഓക്കെ, ഈ മ്യൂ ഇ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ മ്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? മ്യൂ എക്സ് ആണ്. അപ്പോൾ മ്യൂ ഓഫ് ഇക്ക് വരെ നമ്മൾ മ്യൂ ഓഫ് എക്സ് കൊടുത്തു. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? സിക്ക് നമ്മൾ ഇതിനെ ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ വേരിയേഷൻ സിക്ക് നമ്മൾ -2n കൊടുക്കുന്നു. സിക്ക് 2n കൊടുക്കുന്നു. ആൻഡ് n എലമെൻ്റ് n അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സീക്വൻസ് കിട്ടും. ആ സീക്വൻസിനെ നമ്മൾ FN എന്ന് ചൂസ് ചെയ്യുന്നു. സി കൊടുക്കുമ്പോൾ സിക്ക് 2n കൊടുക്കുമ്പോൾ നമുക്കൊരു സീക്വൻസ് കിട്ടും. ആ സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? FN എന്ന് പേര് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളിതിൽ എന്നിൽ ഈ സിക്ക് പകരം നമ്മൾ ഏത് കൊടുക്കുന്നു? n കൊടുക്കുന്നു. ഇതിൽ നമ്മളിപ്പോൾ എഴുതിയതിനകത്ത് സിക്ക് പകരം n ഇവിടെ വേണ്ടേ, FCക്ക് പകരം നമ്മൾ ഏത് കൊടുത്തു? അങ്ങനെ സൂചിപ്പിക്കുക. FCക്ക് n എഴുതി, ഇവിടെ n എഴുതി. പിന്നെ ഈ സിക്ക് ഇവിടെ ഏത് കൊടുത്തു? 2n കൊടുത്തു. ഇവിടെ സി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ C ഈക്വൾ ടു 2n കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരു സീക്വൻസ് കിട്ടും. ആ സീക്വൻസിനെ FN എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ 2n കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസാണ് FN. അതുകൊണ്ട് നമ്മൾ FCക്കെല്ലാം FN എന്ന് സഫിക്സിൽ എഴുതി. ഇത് എല്ലാ n-നും ശരിയാണ്. ഇനി ഇതിൽ നമ്മൾ ചില പരിപാടികളുണ്ടെന്ന് നോക്കി. ഇതിൽ നമുക്ക് m > ലെറ്റ് m > n എടുക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ അറിയാമോ? ഈ FM ഉണ്ട്, നമുക്കറിയാം. ഈ FC എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. K-1 ഇൻറ്റു C FC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ m ആണ് വലുതെങ്കിൽ ഇത് K-1 ഇൻറ്റു m എഴുതും. ദെൻ n ആണെങ്കിൽ K-1.
ഇൻറ്റു എൻ എഴുതും. അപ്പോൾ എം എന്നും കൂടും, ഏതാണോ കൂടുതൽ അപ്പോൾ എന്ത് ചെയ്യും, ഈ വാല്യൂ കൂടും. അപ്പോൾ ഈ റൈറ്റിൽ നമ്മൾ K-1 എമ്മും K-1 എന്നിലും വലുത് എമ്മും എന്നും മാറുന്നതിനനുസരിച്ച് വാല്യൂസ് മാറുന്നത്. K-1 ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതേപോലെ ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ, എം ആണ് വലുത്. അപ്പോൾ ഇവിടെ ഇനിക്വാളിറ്റിയിൽ എന്താ പ്രത്യേകം നോക്കേ, നമുക്ക് ഈ ഇവിടെ എഫ് എൻ എഴുതി, ഇവിടെ എം എഴുതി, നോ പ്രോബ്ലം, ചേഞ്ച് ഉണ്ടാകത്തില്ല. പിന്നെ ഇതിലിവിടെയും അതുപോലെ മാറ്റി, ചേഞ്ച് ഉണ്ടാകില്ല. കാരണം അവിടെ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എഴുതിയാൽ 2m ഗ്രേറ്റർ ദാൻ ഓർ 2n. ഓക്കെ, പിന്നെ അവിടെ ഏത് ഉപയോഗിക്കാം, 1/2m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2n. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളോട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അടുത്തതിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും നോക്കേ, വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെഴുതിയിരുന്നു, ലെഫ്റ്റിലെ എം എഴുതി, അതേ ഇനിക്വാളിറ്റിയിൽ ഇവിടെ എം എഴുതി, ഇവിടെ എൻ എഴുതി, ഇവിടെ എൻ എഴുതി. അന്നേരവും ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകില്ല. അത് ഒന്ന് എഴുതി നോക്കിയോ എന്താണ് സംഭവം. ഇതിൽ നിന്ന് ഈ ടൈമിനെ ലെഫ്റ്റിൽ കൊണ്ടുപോകണം, ഈ ടൈം ലെഫ്റ്റിൽ കൊണ്ടുവന്നു, ബാക്കി അതേപോലെ എഴുതി, അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതി. ഇനി 3 എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇതാ, ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എം ഡി മ്യൂ പ്ലസ് 2m px ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നമ്മൾ 4 കൂടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ 2m പകരം 2n എഴുതിയാലും ഇനിക്വാളിറ്റി അത് തന്നെ ഫോളോ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ 4ഉം ഇത് 5 നേരത്തെയാണ്, ഇത് 4, ഇത് 4 കൊണ്ട് 5 ഉണ്ട്, ഇത് ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4-നകത്ത് 4 ഇതാണ്, 4ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ്, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയാണ് 4. അതിൽ എഫ് എൻ ഡി മി എന്താ, എഫ് എൻ ഡി മി എന്ന് പറയുന്നത് 5 പ്രകാരം ഇതാണ്, ഈ സാധനം ഇതങ്ങോട്ട് പോസ്റ്റ് ചെയ്താണ്ട് അതങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ലെഫ്റ്റിലും ഉണ്ട്, ഇവിടെയുണ്ട് ഇൻ്റഗ്രൽ എഫ് എം ഡി മ്യൂ, ഇവിടെയുണ്ട് ഇൻ്റഗ്രൽ എഫ് എം ഡി മ്യൂ. അപ്പോൾ ഇനീക്വാളിറ്റിയുടെ പ്രത്യേകതയുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു മോഡുലസ് ഫോമിൽ എത്തിക്കാൻ വേണ്ടി ഇതിനെ ഇതുപോലെ എഴുതാം. ഇൻ്റഗ്രൽ എഫ് എം ഡി മ്യൂ എന്ത് ചെയ്യും, മിഡിൽ ടൈമുമായിട്ട് മൈനസ്, എല്ലാ ടൈമിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ എഫ് എം ഡി മ്യൂ എല്ലാ ടൈമിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ കിട്ടി. നമുക്കറിയാം ഈ മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ, മോഡ് എക്സ് ലെസ് ദാൻ ഓർ 1 എങ്ങനെ എഴുതാം, -1 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ഓർ 1 ഇതെഴുതാം. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് ദാറ്റ് ദ പ്ലസ് ഓഫ് ദാറ്റ് സെയിം ഇടയ്ക്കൊരു സാധനം. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ പറഞ്ഞ 2 - n mu x എന്നുണ്ട്. ദിസ് ഈസ് ട്രൂ ഫോർ എവറി എലമെൻറ്റ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു കോഷി സീക്വൻസ് ആയിട്ടൊക്കെ കിട്ടും. കാരണം ഇതിൽ ഇപ്പോൾ n ഈസ് വെരി വെരി ലാർജ് ആണെങ്കിൽ, n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ ടൈം ടെൻസ് 0 ആകും, ഇത് ടെൻസ് 0 ആകും. ഇപ്പോൾ ലെസ് ദാൻ ഓർ 0 ആകും. ഇപ്പോൾ മോഡ് ദാറ്റ് വാല്യൂ ലെസ് ദാൻ ഓർ 0 ആണെങ്കിൽ ഇത് കോഷി സീക്വൻസ് ആകും. അപ്പോൾ കോഷി സീക്വൻസിന് ഒരു തിയറം ഉണ്ട്, ദെൻ ഇറ്റ് ഹാസ് എ സബ്സീക്വൻസ് കൺവെർജസ് ടു എ മെഷറബിൾ ഫംഗ്ഷൻ. എഫ് എൻ എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണ്, 7.6 പറയുന്നുണ്ട്. എഫ് എൻ ഈസ് എ കോഷി സീക്വൻസ്, ദെൻ ഇറ്റ് ഹാസ് എ സബ്സീക്വൻസ് കൺവെർജസ് ടു എ മെഷറബിൾ ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പരിപാടിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ സെറ്റ് വേറെ ഇൻ്റഗ്രൽ ആൻഡ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിന് ഈ മോഡ് വാല്യൂ ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ നമ്മൾ പോസിറ്റീവ് പാർട്ടും ഇൻ്റഗ്രലിലെ നെഗറ്റീവ് പാർട്ടും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കേസ് പോസിറ്റീവിന് ശരിയാണ്. ഈ മോഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകം, എന്താ മോഡെന്ന് പറയുമ്പോൾ, മോഡ് വാല്യൂ എന്ന് പറയുമ്പോൾ അതിന് പ്ലസ് എടുത്താലും പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് എടുത്താലും പോസിറ്റീവ് ആയിരിക്കും.
അപ്പോൾ ഈ മോഡ് വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഇതേപോലെ കിട്ടിയത് കൊണ്ട് നമുക്കിതിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും പ്രത്യേകം കൺസിഡർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സെയിം ആയിരിക്കും, റൈറ്റ് ഹാൻഡ് ഇത് 2 പ്രാവശ്യം ഉണ്ടാകും, 2 പ്രാവശ്യം വരും. അപ്പോൾ അതിനെ റൈറ്റ് ഇതേപോലെ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു കോഷി സീക്വൻസിൻ്റെ ഫോർമാറ്റ് കിട്ടി. ദസ് FN കൺവെർജൻസ് ഇൻ മെഷർ ആൻഡ് ഇൻ മെഷറബിൾ ടു എ ഫംഗ്ഷൻ F എന്ന് കിട്ടി. സിൻസ് F എലമെൻറ്റ് M പ്ലസ് ദെൻ ബൈ തിയറം 7.6 F എലമെൻറ്റ് M പ്ലസ് 7.6 പ്രകാരം F എവിടെ എന്തായിരിക്കും? M പ്ലസിലെ എലമെൻ്റ് ആയിരിക്കും. പിന്നെ ഇതിലെ പ്രത്യേകത ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റഗ്രൽ ഓഫ് മോഡ് ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ഇൻ്റഗ്രൽ ഓഫ് മോഡ്, അങ്ങനത്തെ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ ഓവർ ഇ ആണ്. ഈ ഓവർ ഇ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓവർ എക്സ് എഴുതാം. ഇ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് എക്സ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെഴുതാം? ഓവർ എക്സ് എന്ന് പറയാം. ഓവർ ഫുൾ സെറ്റ് എക്സ് ആണെങ്കിൽ പിന്നെ നമ്മൾ എക്സിനെ അവിടെ ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഈ 2 മാർക്ക് നമ്മൾ നേരത്തെ 2 മാർക്ക് ചെയ്തില്ലേ? 2ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2നകത്ത് n ടെൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ 2ൽ n ടെൻസ് ഈ സാധനത്തിൽ n ടെൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ പ്രത്യേകത? ഈ ടൈം ഇത് 0 ആയിപ്പോവും. അപ്പോൾ എന്താ വരുന്നത്? ഇത് എല്ലാം ഒന്നിനല്ലോ. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ ഈ FN dμ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ FN dμ. അതിൽ അപ്പോൾ ലാംഡ ഓഫ് ഇ എന്താണ് കിട്ടി? ലാംഡ ഓഫ് ഇ എന്ന് പറയുമ്പോൾ എന്താണെന്ന് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഇ ഇത് വരും. ലിമിറ്റും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ n ടെൻസ് ഇൻഫിനിറ്റി എന്നാണ്. ഇപ്പോൾ n ടെൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ n ടെൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് ലിമിറ്റ് വെച്ച് എഴുതുന്നുണ്ടോ? n ടെൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ ലാംഡ ഓഫ് ഇ എന്ന് പറയും ലിമിറ്റ് ഇൻ്റഗ്രൽ ഓവർ ഈ FN dμ എന്ന് എഴുതാം. ലിമിറ്റ് കേസിലാണ് രണ്ടാമത്തെ മാർക്ക് ചെയ്ത സാധനം. ലിമിറ്റ് കേസിലാണ് ലാംഡ ഓഫ് ഇ എന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ ഓവർ ഈ FN dμ ആകുന്നത്. അപ്പോൾ ലിമിറ്റ് ആയതുകൊണ്ട് ഇവിടെ ലിമിറ്റിംഗ് കേസ് കൊടുക്കുമ്പോഴാണ് ഇത് എഴുതുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി ഇത് നമുക്കിവിടെ ഏത് ഉപയോഗിക്കാം? അവിടെ നമ്മൾ നേരത്തെ കണ്ട തിയറംസ് ഒക്കെ ഉണ്ട്. ഏതാ? നമ്മുടെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം ഒക്കെ ഉണ്ട്. ഈ ലിമിറ്റ് അകത്തോട്ട് പോകും. ഇൻ്റഗ്രലിൽ ലിമിറ്റ് FN ആകും. ഇൻ്റഗ്രൽ ലിമിറ്റ് FN എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ? എഫിന് ഈക്വല്ല. അത് ഇപ്പോൾ പറഞ്ഞു കോഷീസ് തിയറം വെച്ച്. അതാണ് ഇത് FN കൺവെർജസ് ടു F എന്ന് കിട്ടും. FN കൺവെർജസ് ടു F എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ഏത് കിട്ടി? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം കിട്ടി. ഏതാ? ലാംഡ ഓഫ് ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ F dμ ആണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ആ പ്രൂഫ് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു? അതെങ്ങനെ കിട്ടി? എന്തൊക്കെ അസംഷൻ എന്തായിരുന്നു? ഫൈനൈറ്റ് മെഷറിൻ്റെ കേസിൽ നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, നമുക്കനി അതിനെ യുണീക്ക് ആണെന്ന് പറയണം. യുണീക്ക് ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് മ്യൂ മെഷർ 0 പറയുന്നതിന് വേണ്ടി സപ്പോസ് ദാറ്റ് F, H എലമെൻറ്റ് M പ്ലസ് എന്നെടുത്ത് M പ്ലസ്സിൽ 2 എലമെൻറ്റ് F H കൊടുത്തു. പിന്നെ ലാംഡ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഈ F dμ ഈക്വൽ ടു 2 എണ്ണം ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. നമുക്ക് യൂണീക്ക് ആണെന്ന് പറയേണ്ടെന്ന്. അപ്പോൾ 2 എണ്ണം ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഇങ്ങനെ 2 എണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഈ 2 കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ ഓൾമോസ്റ്റ് എവരിവെയർ പറയാൻ വേണ്ടി ഓൾമോസ്റ്റ് എവരിവെയർ പറയാൻ വേണ്ടി നമ്മൾ F ഈക്വൾ ടു H എന്ന് പറയുന്നത് F ഈക്വൾ ടു H ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി E1 എന്ന് പറയുന്നത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എഫ് എക്സ് ഗ്രേറ്റർ ദാൻ എച്ച് എക്സ്. E2 എന്ന് പറയുന്ന എക്സ് സച്ച് ദാറ്റ് എഫ് എക്സ് ലെസ് ദാൻ എച്ച് എക്സ്. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് ഒക്കർ ചെയ്താലോ എഫ് എക്സ് ഈക്വൾ ടു എച്ച് എക്സ് ആകും. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ എച്ച് എക്സ് നമുക്കറിയാം ഒരു ഈക്വാളിറ്റി തെളിയിക്കുന്നതിന്
എ ലെസ് ദാൻ ബി, ബി ലെസ് ദാൻ എ, അപ്പോൾ എ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ എ സബ്സെറ്റ് ബി, ബി സബ്സെറ്റ് എ, ദെൻ എ ഈക്വൽ ടു ബി. ആദ്യ സ്റ്റൈൽ പറയാൻ വേണ്ടി നമ്മൾ E1 E2 എടുത്തു. പിന്നെ നമ്മളവിടെ ഒരു കൊറോളറി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 4.10, അത് അപ്ലൈ ചെയ്യുന്നു. അത് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് എക്സ് മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് കിട്ടി. അപ്പോൾ യുണീക്ക് ആണെന്ന് കിട്ടി. യുണീക്ക് മ്യൂ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് കിട്ടി. ഇനി നമ്മളിനി പറയാൻ പോകുന്നത് സിഗ്മ ഫൈനറ്റിനെ കുറിച്ച് പറയാം. നമ്മുടെ തിയറത്തിൻ്റെ ഏകദേശം 80% കഴിഞ്ഞ് ഈ 20% ഉള്ളൂ, അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ലാംഡയും മിയും സിഗ്മ ഫൈനറ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് സിഗ്മ ഫൈനറ്റിൻ്റെ പ്രത്യേകത അറിയാം. സിഗ്മ ഫൈനറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? സിഗ്മ ഫൈനറ്റ് ഡെഫിനിഷൻ നോക്കണം. സിഗ്മ ഫൈനറ്റ് എന്ന് പറയുന്നത് അവിടെ മെഷർ മ്യൂ ഈ സിഗ്മ ഫൈനറ്റ് ഈഫ് there exist En, a sequence En in our collection X such that X, capital X equal to union of En and mu of En measure finite less than infinity. അപ്പോൾ മെഷർ ഫൈനൈറ്റ് ആയിരിക്കണം, ദാറ്റ് ഈസ് ഫൈനൈറ്റ് മെഷർ. ഇനി സിഗ്മ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ there exist a sequence En element X such that our capital, ഇത് 2 ടൈപ്പ് എക്സ് ആണ് നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ. ഈ സ്ക്രിപ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ് സിഗ്മ ഓൾജിബ്രയാണ്, എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷൻ. അപ്പോൾ എക്സിന് നമുക്കിങ്ങനെ യൂണിയൻ En എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതിയും വേണം. മ്യൂ ഓഫ് En ലെസ് ദാൻ ഇൻഫിനിറ്റിയും ആണെങ്കിൽ നമ്മൾ തന്നെ എന്ത് പറയും? മ്യൂ സിഗ്മ ഫൈനൈറ്റ് അല്ലെങ്കിൽ സിഗ്മ ഫൈനൈറ്റ് മെഷർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസായി നമ്മളിനി പറയാൻ പോകുന്നത്. നമ്മളിവിടെ എടുക്കുന്നു ലാംഡയും മ്യൂവും സിഗ്മ ഫൈനൈറ്റാണ് എടുത്തു. നമുക്കറിയാം ഈ സിഗ്മ ഫൈനൈറ്റിന് എക്സ് എന്നൊരു സീക്വൻസ് വേണം. അതിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് എൻ ബി എസ് ഇൻക്രീസിങ് സീക്വൻസ് ഈ ഓഫ് സെറ്റ്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് ലാംഡ എക്സ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് മ്യൂ ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി എടുക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് നേരത്തെ പ്രൂവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. Applying the preceding argument to obtain a function hn in m plus which vanishes for x not an element of xn. xൻ്റെ കോംപ്ലിമെൻറ്റിൽ hൻ്റെ വാല്യൂ 0, എക്സിൻ്റെ കോംപ്ലിമെൻറ്റിൽ hൻ്റെ വാല്യൂ 0, hn x ഈക്വൾ ടു 0 ഫോർ എവറി എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് xn. എക്സിൻ്റെ കോംപ്ലിമെൻറ്റിൽ hn 0. ഓക്കെ, അങ്ങനെ എടുക്കുന്നു. പിന്നെ ഇ എന്ന് പറയുന്നത് മെഷറബിൾ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് എടുത്തു. ദെൻ ലാംഡ ഓഫ് ഇ ഈക്വൾ ടു നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അവിടെ എഫ് എൻ ആകുമ്പം അവിടെ എഫ് ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഡി മി എന്ന് കിട്ടി. ഇവിടെ എച്ച് എൻ ആകുമ്പോൾ എന്ത് കിട്ടി? ലാംഡ ഓഫ് ഇ ഈക്വൾ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എൻ ഡി മി എന്ന് എടുത്തു. പിന്നെ നമ്മൾ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് എക്സ് എൻ സബ്സെറ്റോ എക്സ് എം ആയിരിക്കും. ആൻഡ് ഇറ്റ് ഫോളോസ് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എൻ ഡി മ്യൂ ഈസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എം ഡി മ്യൂ ഫോർ എനി മെഷറബിൾ സബ്സെറ്റ് ഇ ഓഫ് എക്സ് എൻ. ഇത് പറയാൻ കാര്യം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞ് യുണീക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുണീക്ക് ആയതുകൊണ്ട് എച്ച് എൻ ആയാലും എച്ച് എം എടുത്താലും എച്ച് എന്നിന് പകരം എച്ച് എം ആയാലും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അത് യുണീക്ക്നെസ് പ്രോപ്പർട്ടി ഇൻ എക്സ് എൻ തൊട്ട് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എച്ച് എമ്മും എച്ച് എന്നും ഈക്വൽ ആയിരിക്കും ഫോർ മ്യൂ ഓൾമോസ്റ്റ് ഓൾ എക്സ് ഇൻ എക്സ് എൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് പറയാൻ വേണ്ടി എഫ് എൻ എന്ന് പറയുന്നത് ലെറ്റ് എഫ് എൻ ഈക്വൾ ടു സുപ്രീം ഓഫ് h1 h2 എക്സെട്ര hn എന്ന് ചൂസ് ചെയ്യുന്നു. സോ ദാറ്റ് എഫ് എൻ ഈസ് എ മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ഇൻ എം പ്ലസ്. നമുക്കറിയാം F1 എന്ന് പറയുമ്പോൾ സുപ്രീം ഓഫ് H1, F2 എന്ന് പറയുമ്പോൾ സുപ്രീം ഓഫ് H1, H2, F3 എന്ന് പറയുമ്പോൾ സുപ്രീം ഓഫ് H1, H2, H3. അപ്പോൾ അത് ഇൻക്രീസിങ്ങിലേക്കാണ് പോകുന്നത്. സോ ഇൻക്രീസിങ് സീക്വൻസ് ഇൻ എം പ്ലസ്. ആൻഡ് ലെറ്റ് എഫ് എന്ന് പറയുന്നത് എഫ് എൻ്റെ ലിമിറ്റാണ്, ലിമിറ്റിംഗ് കേസ്. ഓക്കെ, ആൻഡ് ഈ എലമെൻറ്റ് എക്സ് ദെൻ ലാംഡ ഓഫ്
ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ, ലാംഡ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഡി മ്യൂ ആയിരിക്കും. തൊട്ടുമുമ്പ് പറഞ്ഞ പ്രകാരം ലാംഡ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഡി മ്യൂ ആണ്. ഇനി അതിലെ അവസാനത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നതിന് പോയാണ്. ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓപ്പോസിറ്റ് വിത്ത് യൂണിയൻ ഇ ആണ്. ഈ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ. ഓക്കെ, then applying lemma 3.3 and monotone convergence theorem 4.6 that lambda of E എന്ന് പറഞ്ഞാൽ ഇയുടെ വാല്യൂ യൂണിയൻ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ, ഇയുടെ വാല്യൂ. ഇതിൽ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ലെമ്മ 3.3 അപ്ലൈ ചെയ്യുന്നു. ഇൻക്രീസിങ് ആയതുകൊണ്ട് ലിമിറ്റ് ലാംഡ ഈ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ ലെമ്മ. ഏതാണ്? ഇ എൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണെങ്കിൽ ഇവിടെ മ്യൂ ഓഫ് യൂണിയൻ ഓഫ് ഇ എൻ എന്ന് പറയുന്നത് ലിമിറ്റ് ഇ എൻ ആയിരിക്കും. അതിന് ഡിക്രീസിങ് സീക്വൻസ് ഇ എൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ മ്യൂ ഓഫ് ഇൻ്റർസെക്ഷൻ ഇ എൻ ഈക്വൽ ടു ലിമിറ്റ് ഇ എൻ. ഇങ്ങനൊരു ലെമ്മയുണ്ട് 3.3. അത് ഉപയോഗിച്ച് നമ്മൾ എന്തെഴുതി? ലാംഡ ഓഫ് ലിമിറ്റ് ലാംഡ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ ഇതെഴുതി, ഈ സാധനം എഴുതി. ഈ അതെന്ന് പറയുന്നത് ലിമിറ്റ് ലാംഡ ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഡിയും അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഡിയും എഴുതി. ഇനി ഇതിൽ മോണോട്ടോൺ കൺവെർജൻസ് തിയറം ലിമിറ്റ് അകത്തോട്ട് പോയി. അത് ലിമിറ്റ് എഫ് എൻ ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ട ആൻസർ കിട്ടി. ഞാൻ പറഞ്ഞൊരു തിയറം ഇത്തിരി ലെങ്തിയാണ്, വളരെ ലെങ്തിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, പ്രൂഫ് നോട്ട് കറക്റ്റ് വായിക്കുക, 2 പ്രാവശ്യം വായിക്കുക, ഈ വീഡിയോ കാണുക, കേൾക്കുക. 3-4 പ്രാവശ്യം വീഡിയോ കേട്ടാലേ തിയറം ക്ലിയർ ആകൂ. ഇത്രയും ലെങ്തി തിയറമാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ എങ്ങനെയൊക്കെ ഒരു 3 മണിക്കൂർ കൊണ്ട് ഇത് പഠിപ്പിച്ച് തീരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളത് സ്വസ്ഥമായിട്ട് കേൾക്കണം. 3-4 പ്രാവശ്യം വീഡിയോ കേൾക്കണം. തമാശ കാണിക്കല്ല. ഇത് ഫുൾ ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിക്കുന്നതാണ്. ഓക്കെ.